ഇനി ഒരു 3 ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് സാധാരണ തരുന്ന ക്വസ്റ്റ്യൻസാണ്. ഞാനത് സോൾവ് ഔട്ട് ചെയ്ത് തന്നേക്കാം. അപ്പം എല്ലാം 3 ക്വസ്റ്റ്യനും ഫൈൻ ദ ലെങ്ത് ഓഫ് ദി കർവ്. അപ്പം മെയിനായിട്ട് അങ്ങ് എഴുതിക്കോ, ഫൈൻ ദി ലെങ്ത് ഓഫ് ദി കർവ്. ഫിഫ്ത്ത് വൺ, y is equal to 1/3 x square plus 2 all raised to 3/2. y is equal to 1/3 into x square plus 2 raised to 3/2 from x equal to 0 to x equal to 3. x equal to 0 to x equal to 3. അപ്പോൾ നമുക്ക് ആദ്യം എന്താ dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. dy ബൈ ഡി എക്സ് ചെയ്യാൻ വേണ്ടി 1/3 കോൺസ്റ്റൻ്റാണ്. എക്സ് റേസ് ടു 3/2 ആയിരുന്നുവെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് വരും? 3/2 എക്സ് റേസ് ടു ഹാഫ് എന്ന് വന്നേനെ. ഇവിടെ പക്ഷേ എക്സ് അല്ല, എക്സിന് പകരം എക്സ് സ്ക്വയർ പ്ലസ് 2 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു യു ആയിട്ട് കൺസിഡർ ചെയ്താൽ, അപ്പോൾ നമ്മൾ യു ആയിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 2വിനെ കൺസിഡർ ചെയ്താൽ എക്സ് സ്ക്വയറിനെ അപ്പോൾ നമുക്ക് ഡി യു ബൈ ഡി എക്സ് എന്ന് വരും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിൽ എക്സ് സ്ക്വയർ പ്ലസ് 2വിന് പകരം എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്ത് വരും? 3/2 എക്സ് റേസ് ടു ഹാഫ് വരും. അപ്പോൾ 3/2 എക്സിൻ്റെ പകരം എക്സ് സ്ക്വയർ പ്ലസ് 2 റേസ് ടു ഹാഫ് ഇൻറ്റു എന്ത് വരും? അപ്പോൾ നമ്മൾ ഇതിനെ നമ്മളൊരു യു ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ 1/3 3/2 ഇൻറ്റു യു റേസ് ടു ഹാഫ് എന്ന് വന്നേനെ. അപ്പോൾ അതിൻ്റെ കൂടത്തിൽ എന്ത് വരും? ഡി യു ബൈ ഡി എക്സും കൂടെ. അപ്പം ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2. ഇത് പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചെയിൻ റൂൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂളാണ്. അപ്പം നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2 റേസ് ടു 3/2വിനെ നമ്മൾ യു റേസ് ടു 3/2 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യു റേസ് ടു 3/2 ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 3/2 യു റേസ് ടു ഹാഫ് ഇൻറ്റു എക്സിന് പകരം യു ആയതുകൊണ്ട് ഡി യു ബൈ ഡി എക്സ് ചെയ്യും. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. 1/3 കോൺസ്റ്റൻ്റ് ആണ്. 3/2 യു റേസ് ടു ഹാഫ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യുവിന് എക്സിന് പകരം എന്ത് വന്നോ അതിൻ്റെ ഡെറിവേറ്റീവ്. നമ്മൾ എക്സിന് പകരം വേറെ ഏതെങ്കിലും ടേം ആണ് എടുക്കുന്നതെങ്കിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം അതിനെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഇവിടെ 3യും ക്യാൻസൽ ചെയ്ത് പോയി. 1/2 എക്സ് സ്ക്വയർ പ്ലസ് 2 റേസ് ടു ഹാഫ്. ഇനി ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ പ്ലസ് 2വിൻ്റെ ഡെറിവേറ്റീവ് അത് 2x വരും. അപ്പോൾ 2യും ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 എന്ന് വരും. therefore 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 2. അപ്പം 1 പ്ലസ് എക്സ് റൈസ് ടു 4 പ്ലസ് 2 എക്സ് സ്ക്വയർ എന്ന് വരും. എക്സ് സ്ക്വയർ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് എക്സ് റൈസ് ടു 4 പ്ലസ് 2 ഇത് നോക്കിയേ, എക്സ് റൈസ് ടു 4 പ്ലസ് 2 എക്സ് സ്ക്വയർ പ്ലസ് 1. അത് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഹോൾ സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ എടുത്താൽ എക്സ് റൈസ് ടു 4 പ്ലസ് 2 എക്സ് സ്ക്വയർ പ്ലസ് 1. അപ്പോൾ നമുക്ക് 1 പ്ലസ് ഡി വൈ ബൈ ഡി എക്സ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. ഹിയർ എക്സ് വേരീസ് ഫ്രം 0 to 3. x varies from 0 to 3. Therefore, L is equal to integral 0 to 3 square root of 1 plus dy by dx square the square root dx which is equal to integral 0 to 3 square root of ഇതെന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. അപ്പോൾ സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ പോകും. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 0 to 3 എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ് വരും. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ബൈ 3. 1നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ് റേഞ്ച് 0 to 3. 3 കൊടുക്കുമ്പം 3 ക്യൂബ് ബൈ 3 പ്ലസ് 3 മൈനസ് ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പം 3 ക്യൂബ് ബൈ 3 എന്ന് പറയുമ്പോൾ 9 പ്ലസ് 3 ആൻസർ 12 വരും. വളരെ സിമ്പിളാണ്. അത് നമ്മൾ ആ സിംപ്ലിഫിക്കേഷൻ മാത്രം ഓർത്തിരിക്കുക എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ളൂ. Sixth question. X equal to y cube by 3 plus 1/4y from y equal to 1 to y equal to 3. X equal to y cube by 3 plus 1/4y from y equal to 1 to y equal to 3. ഇവിടെ x equal to ഫോർമുല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡി എക്സ് ബൈ ഡി വൈ കണ്ടുപിടിക്കുക. ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറയുമ്പോൾ 3y²
ബൈ 3. 1/4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് y റേസ് ടു മൈനസ് 1 വരും. അപ്പം -1 ഇൻറ്റു y റേസ് ടു മൈനസ് 1 മൈനസ് y റേസ് ടു മൈനസ് 2. അപ്പം 3യും 3യും ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ y സ്ക്വയർ മൈനസ് 1/4 y സ്ക്വയർ എന്ന് വരും. 3യും 3യും ഇവിടെ ഒരു മൈനസ് ഉണ്ട്. 1 പ്ലസ് dx ബൈ dy സ്ക്വയർ ചെയ്യുമ്പം y സ്ക്വയർ മൈനസ് 1/4 y സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു y റേസ് ടു 4 മൈനസ് 1/2. 2 ഇൻറ്റു ഈ രണ്ട് ടേം ആവുമ്പോൾ 1/2 വരും, പ്ലസ് 1/16 y സ്ക്വയറാണ്. ഇവിടെ 1 പ്ലസ് എഴുതാൻ വിട്ടുപോയതാണ്. 1 പ്ലസ് ഈക്വൽ ടു 1 പ്ലസ്, ഇനി ഈ 1ഉം മൈനസ് 1/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ y റേസ് ടു 4 പ്ലസ് 1/2 പ്ലസ് 1/16 y സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ ടൈപ്പ് നേരത്തെ ചെയ്തതാണ്. അപ്പോൾ 1ഉം മൈനസ് 1/2 കൂടെ പ്ലസ് 1/2 വരും. അപ്പോൾ അത് ആക്ച്വലി എന്താണ്? y സ്ക്വയർ പ്ലസ് 1/4 y സ്ക്വയർ ദ ഹോൾ സ്ക്വയർ അല്ലേ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ പ്ലസ് മൈനസിന് പകരം പ്ലസ് വരുമ്പം ഇവിടെ പ്ലസ് വരും. അപ്പോൾ y സ്ക്വയർ പ്ലസ് 1/4 y സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. y വേരീസ് ഫ്രം 1 to 3. Therefore L is equal to length 1 to 3 square root of 1 plus നമ്മൾ dx by dy square dy എന്ന് വരും, which is equal to integral 1 to 3. 1 plus dx by dy the whole square എന്ന് പറയുന്നത് dx by dy square എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ സ്ക്വയർ റൂട്ടും കൂടെ എടുക്കുമ്പോൾ അത് പോകും. അപ്പോൾ അത് y സ്ക്വയർ പ്ലസ് 1/4 y സ്ക്വയർ dy എന്ന് വരും. ഇനി അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. അത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പം y³ 3 പ്ലസ് ഇവിടെയൊക്കെ റേഞ്ച് 0 വരാത്തത് കൊണ്ടാണ് കണ്ടിന്യൂറ്റി പ്രശ്നം വരാത്തത് കേട്ടോ. നിങ്ങളെപ്പോഴും എല്ലാ പ്രോബ്ലത്തിനും നോക്കിക്കോണം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആ ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കിക്കോണം. ഇവിടെ ആ ഒരു പ്രശ്നം വരുന്നില്ല. y റേസ് ടു -2 എന്ന് പറയുമ്പോൾ -2 + 1 ഡിവൈഡ് ബൈ -2 + 1 റേഞ്ച് 1 to 3. 3³ 3 ഇവിടെ -1/4 1/y എന്നല്ലേ വരുന്നത്. അപ്പോൾ 1/3 y റേസ് ടു -1 ബൈ -1 എന്ന് പറയുമ്പോൾ 1/y ആണ്. ഇത് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1/3 മൈനസ് 1/4 9 മൈനസ് 1/12 മൈനസ് 1/3 മൈനസ് 1/4 എന്ന് പറയുമ്പോൾ 4 മൈനസ് 3/12 അത് 1/12. അപ്പോൾ 9 മൈനസ് 2/12. അപ്പോൾ 9 മൈനസ് 1/6 ആണ്. LC എടുക്കുമ്പോൾ 54 മൈനസ് 1/6 അപ്പോൾ അത് 53/6 എന്ന് വരും. അപ്പോൾ നിങ്ങൾ ഈ ലെങ്തിൻ്റെ പ്രോബ്ലംസ് വരുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ dy/dx അല്ലെങ്കിൽ dx/dy ചെയ്യുമ്പം അത് എല്ലായിടത്തും ആ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളെല്ലാം ഡിഫൈൻഡ് ആണ്. ഡിനോമിനേറ്റർ 0 വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ dx/dy ചെയ്തപ്പം ഡിനോമിനേറ്റർ y വരുന്നുണ്ട്, പക്ഷേ അവിടെ റേഞ്ച് 1 to 3 ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. 7th one. Find the length of the curve y is equal to 3/4 x raised to 4/3 minus 3/8 x raised to 2/3 plus 5 1 less than or equal to x less than or equal to 8. 3/4 x raised to 4/3 minus 3/8 x raised to 2/3 plus 5. നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? dy/dx ചെയ്യണം. അപ്പം 3/4 കോൺസ്റ്റൻ്റ് ആണ്. x raised to 4/3 ചെയ്യുമ്പോൾ x raised to 4/3 മൈനസ് 1 എന്ന് പറയുമ്പോൾ x raised to 1/3 മൈനസ് 3/8 കോൺസ്റ്റൻ്റ് ആണ്. x raised to 2/3 എന്ന് പറയുമ്പോൾ 2/3 x raised to 2/3 മൈനസ് 1 മൈനസ് 1/3. 5ൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പം 3ഉം 4ഉം ക്യാൻസൽ ചെയ്തു. x raised to 1/3. ഇവിടെ 3ഉം 3ഉം ക്യാൻസൽ ചെയ്തു. 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 1/4. x raised to മൈനസ് 1/3 നമുക്ക് x raised to 1/3 ഡിനോമിനേറ്ററോട്ട് എഴുതാം. ഇനി 1 പ്ലസ് dy/dx സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് x raised to 1/3 മൈനസ് 1 മൈനസ് 4x raised to 1/3
സ്ക്വയർ. അപ്പം 1 പ്ലസ് എക്സ് റേസ് ടു 2/3 മൈനസ് 2 ഇൻറ്റു ദിസ് എന്ന് പറയുമ്പോൾ -1/2 പ്ലസ് 1/16 എക്സ് റേസ് ടു 2/3 എന്ന് വന്നു. മുമ്പത്തെ പോലെ തന്നെയാണ്. നമുക്കപ്പോൾ അതിന് എക്സ് റേസ് ടു 2/3 പ്ലസ് 1/2 പ്ലസ് 1/16 എക്സ് റേസ് ടു 2/3 എന്ന് വരും. ഇവിടെ മൈനസിന് പകരം പ്ലസ് വന്നു. അപ്പോൾ അത് എക്സ് റേസ് ടു 1/3 പ്ലസ് 1/4 എക്സ് റേസ് ടു 1/3 ദ ഹോൾ സ്ക്വയർ എന്ന് വരികയില്ല. ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയാൽ എക്സ് റേസ് ടു 2/3 പ്ലസ് 2 ഇൻറ്റു ദിസ് എന്ന് പറയുമ്പോൾ 1/2 പ്ലസ് 16. അപ്പോൾ ഇത് കറക്റ്റാണ്. Therefore ഇവിടെ എക്സ് ഈക്വൽ ടു, ഇവിടെ ഡിനോമിനേറ്ററിൽ എക്സ് വരുന്നുണ്ട്, പക്ഷേ എക്സ് 1 തൊട്ടേ ഉള്ളത് കൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ആ ഒരു പ്രശ്നവും വരുന്നില്ല. Therefore here x varies from 1 to 8. Therefore L is equal to integral 1 to 8 square root of 1 plus dy by dx square dx എന്ന് വരും, which is equal to integral 1 to 8. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുമ്പം എക്സ് റേസ് ടു 1/3 പ്ലസ് 1/4 എക്സ് റേസ് ടു 1/3. ഇതിനെ വേണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. എക്സ് റേസ് ടു 1/3 ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 2/3 1/3 പ്ലസ് 1, അപ്പോൾ അത് 4/3 വരും അല്ലേ. എക്സ് റേസ് ടു 1/3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 4/3 ഡിവൈഡഡ് ബൈ 4/3 പ്ലസ് 1/4 എക്സ് റേസ് ടു -1/3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 2/3 ഡിവൈഡഡ് ബൈ 2/3. റേഞ്ച് 1 to 8. എക്സ് റേസ് ടു എന്നിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു n+1/n+1. അപ്പോൾ 1/3 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 4/3. ഇവിടെ -1/3 പ്ലസ് 1 ആണ്, അപ്പോൾ എക്സ് റേസ് ടു 2/3 വരും. അപ്പോൾ 3/4 എക്സ് റേസ് ടു 4/3 പ്ലസ് ഇവിടെ 3/2 ആണ് വരുന്നത്, അപ്പോൾ 3/8 എക്സ് റേസ് ടു 2/3. റേഞ്ച് 1 to 8 വരും. ആദ്യം 8 കൊടുക്കുമ്പം 3/4 8 റേസ് ടു 4/3 പ്ലസ് 3/8 8 റേസ് ടു 2/3 മൈനസ് 1 കൊടുക്കുമ്പം 3/4 1 റേസ് ടു 4/3 1 തന്നെ പ്ലസ് 3/8 ഇൻറ്റു 1 തന്നെ വരും. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു 3/4 8 റേസ് ടു 4/3 നമുക്ക് 8 റേസ് ടു 4/3 എന്നുള്ളത് നമുക്ക് 8 റേസ് ടു 1/3 ഓൾ റേസ് ടു 4 8 റേസ് ടു 1/3 എന്ന് പറയുന്നത് 2, അപ്പോൾ 2 റേസ് ടു 4 വരും ഇൻറ്റു 2 റേസ് ടു 4 പ്ലസ് 3/8 ഇവിടെ 2 സ്ക്വയർ വരും മൈനസ് ഇവിടെ 3/4 3/8 ആണ്, അപ്പോൾ എൽ സി എടുക്കുമ്പം 6 പ്ലസ് 3/8. ഇവിടെ 2 റേസ് ടു 4ഉം 4ഉം കൂടെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു 4 മിച്ചം വരും, അപ്പോൾ 3 ഇൻറ്റു 4 12 പ്ലസ് ഇവിടെ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4, അപ്പോൾ പ്ലസ് 3/2. ഇനി ഇവിടെ -9/8. നമുക്ക് എൽ സി എം 8 എടുക്കണം. 12 8s are 96 പ്ലസ് 3 ഇൻറ്റു 4 12 -9. അപ്പം 96 പ്ലസ് 3 99/8 എന്ന ആൻസർ വരും. അപ്പോൾ ഇത്രയാണ് ആർക്ക് ലെങ്തിൻ്റെ സെക്ഷനിലുള്ളത്. ഇനി അടുത്ത ദിവസം നമുക്ക് സർഫസ് ഏരിയയുടെ പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ സെക്ഷൻ തീർന്നു.